നമസ്കാരം, അമൃതാണ്. ബൈസൺ മൂവി, ഡയറക്ടർ മാരി സെൽവരാജ്, റൈറ്റേഴ്സ് കർണൻ ഹെൽമർ ആൻഡ് മാരി സെൽവരാജ്. വിക്രമിൻ്റെ മകൻ ഇതിനു മുമ്പ് ഏതൊരു സിനിമയുടെ ഒരു അറ്റംപ്റ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ ആ ഒരു സിനിമ ഇനി മേ ബി അതിന് മുമ്പേ കമ്മിറ്റ് ചെയ്തത് ഈ ഒരു മൂവിയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അച്ഛനെ പോലെ തന്നെ ഗംഭീര ഒരു നടനാണെന്ന് ധ്രുവ് വിക്രം പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ സിനിമയിലൂടെ. പൊതുവെ ഞാൻ ഈ നെപ്പോ കിഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തോട് ഭയങ്കര എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. കാരണം ഒരു കഴിവുമില്ലാതെ വെറുതെ സിനിമയിൽ കുറേ സിനിമകളിൽ അഭിനയിച്ച് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്. പല പല സിനിമകൾ അഭിനയിച്ച് ട്രെയിനിങ് കിട്ടിയതിന് ശേഷം കുറച്ച് അഭിനയത്തിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുള്ള കുറേ നെപ്പോ കിഡുകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പം നമ്മളൊരു ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അത് നമ്മളിലേക്കൊരു ഫോഴ്സ്ഫുൾ പരിപാടിയാണ്. കാരണം ഇവരുടെ ഒരു ട്രെയിനിങ് പീരീഡും കൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും സിനിമ കണ്ടിട്ട്. പിന്നെ അത് കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെയൊക്കെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. പക്ഷേ ധ്രുവ് വിക്രമിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലായത്, ഒരു കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം വരുത്തുന്ന ഒരു മേക്ക് ഓവർ, ഈ സ്പോർട്സ്മാൻ ആയിട്ടുള്ള ഈ ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം ശരിക്കും ജീവിക്കുകയാണ്. അതായത് കബഡിക്കകത്ത് ഇദ്ദേഹം ചെയ്യുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. ഇപ്പം അത്രയും പണിയെടുത്തിട്ടുണ്ട്. അത് ബോഡി മേക്ക് ഓവർ ആയിരുന്നാലും ആ ഒരു ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ആവുന്നതായിരുന്നാലും അപ്പം ഈ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ഫാദറിനുള്ളതാണ്. അപ്പം ഞാൻ ഒരു ഹാർഡ് കോർ വിക്രം ഫാനാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സെലക്റ്റീവായിട്ട് അദ്ദേഹം ഒരു ക്യാരക്ടറിനെ ചെയ്താൽ തന്നെ ചിലപ്പോഴൊക്കെ മിസ്കാസ്റ്റ് ആയിട്ട് പുള്ളി സിനിമകൾ എടുത്തു പോകാറുണ്ട്. പക്ഷേ എന്നാൽ അത്തരത്തിൽ ബോറായിട്ടുള്ള സിനിമകൾക്കകത്ത് പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു കഥാപാത്രത്തിന് അദ്ദേഹം അത്രയും മൈന്യൂട്ടായിട്ട് വർക്ക് ചെയ്ത് അതിനൊരു ഡിഫറെൻ്റ് ഒരു കഥാപാത്രത്തിന് അദ്ദേഹം സൃഷ്ടിക്കും. അവിടെ നമുക്ക് വിക്രം എന്ന ആക്ടർ നമുക്ക് കാണാൻ കഴിയത്തില്ല. ആ ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം ട്രാൻസ്ഫോം ആയിരിക്കും. അപ്പോൾ അതൊരു ക്വാളിറ്റിയാണ്. എന്തായാലും ധ്രുവ് വിക്രമിനും ആ ഒരു ലീനിയേജ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഈ സിനിമയുടെ കോണ്ടന്റിലോട്ട് പോയി കഴിഞ്ഞാൽ മാരി സെൽവരാജിന്റെ ഏതോ ഒരു സിനിമ ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്രത്തോളം വർക്കായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ്ഫുൾ പൊളിറ്റിക്സ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ പൊളിറ്റിക്സ് അത് സ്ക്രിപ്റ്റ് ആക്കി ഞാൻ സിനിമയിലൂടെ പറയും എന്നുള്ളത് പുള്ളിയുടെ ഒരു വാശിയോടുകൂടി പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്ക് ഫോഴ്സ്ഫുള്ളി പൊളിറ്റിക്സ് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി സിനിമകളിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവെ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാറില്ല. അദ്ദേഹത്തിന്റെ നല്ല ഈ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഏതൊരു സിനിമയും എന്താണെന്ന് അറിയാനായിട്ട് കാണും. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് റിവ്യൂ ഒന്നും ചെയ്യാറില്ല. അതിൽ എൻ്റെ പെർസ്പെക്റ്റീവും ഞാൻ ഷെയർ ചെയ്യാറില്ല. കാരണം ഒരു പരിധിവരെ ഈ പൊളിറ്റിക്സ് നമ്മുടെ സമൂഹത്തിൽ സോഷ്യലി അത് ഭയങ്കര ഒരു പൊല്യൂട്ടഡ് ആക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന അനിവാര്യമായിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ലോക്കൽ മെൻ, അതായത് നമ്മൾ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കാറില്ല. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ 5 വർഷം എന്തായാലും ഒരാളാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യും. ഇവർ ഈ 5 ഇയേഴ്സിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ പേഴ്സണൽ ചോയ്സ് അങ്ങനെയാണ്. ക്ലോസ്ലി ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അത് അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അത് കൊള്ളാമായിരുന്നെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഡീപ്രൊമോട്ട് ചെയ്യും. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ്. ഞാനിപ്പോൾ എടുത്തു പറയാൻ കാരണം ഇതൊന്നും അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വീണ്ടും ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ന്യൂസ് മീഡിയ എടുത്താൽ അറിയാം. പൊളിറ്റിക്സ് ആണ് ഇവർ ന്യൂസ് മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പല കാര്യങ്ങളും ഇവർ കണ്ണടച്ചുകളയും. മെയിൻ സ്ട്രീമിൽ അവർക്ക് ന്യൂസ് വേണ്ടുന്നത് പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അത് ഈ പൊളിറ്റീഷ്യൻസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്നിട്ട് പല ഡിഫറെൻറ്റ് പൊളിറ്റിക്സിലുള്ള ഡിഫറെൻറ്റ് ഐഡിയോളജീസിലുള്ള ആളുകളുമായിട്ട് നമുക്കൊരു ശത്രുതാ മനോഭാവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊതുവെ പൊളിറ്റിക്സ് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കാരണം നമ്മൾ അതിലൂടെ ഒരു വലിയ ശത്രുതയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും, പക്ഷേ അദ്ദേഹം ഐഡിയോളജിക്കലി പൊളിറ്റിക്കൽ ഐഡിയോളജി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി വളരെ ഡിഫറൻ്റ് ആയിരിക്കും. എനിക്ക് ഡൈജസ്റ്റ് ആവുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എവിടെയൊക്കെയോ അതൊരു കല്ലുകടിയായി മാറും. അപ്പോൾ എനിക്കെന്നല്ല അദ്ദേഹത്തിന് ഇപ്പോൾ എൻ്റെ വ്യൂസ് ചിലപ്പോൾ പുള്ളിക്കാരന് ഡൈജസ്റ്റ് ആകത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിടയിലുള്ള ആ ഒരു നല്ലൊരു സൗഹൃദങ്ങൾ, നല്ല സ്നേഹബന്ധങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണൊക്കെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 5 ഇയേഴ്സ് ഇലക്ഷൻ വരുന്ന ആ സമയത്ത് മാത്രം കുറച്ച് എൻ്റെ പൊളിറ്റിക്സ് എൻ്റെ ഐഡിയോളജിയൊക്കെ എന്നിൽ റിഫ്ലക്ട് ചെയ്ത് കാണും. അത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ചാപ്റ്ററെ ക്ലോസ് ചെയ്തെങ്കിൽ, കാരണം പിന്നെ ഞാൻ ആ ഒരു ടോപ്പിക്കിൽ തലവെച്ചിട്ട് ഒരു കാര്യമില്ല. എനിവേ ഞാൻ ഒരിക്കലും പൊളിറ്റിക്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, ഒരിക്കലും വരത്തുമില്ല. അതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഒരിക്കലും ആ ഒരു മേഖല നമുക്ക് പറ്റിയതല്ല എന്നുള്ളത്. സോ എന്തായാലും കാട് കയറി പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷനും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ ഷെയർ ചെയ്തത്. സോ അപ്പോൾ എന്തായാലും സിനിമ ടെക്നിക്കലി അടിപൊളിയായിട്ടാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് പലയിടത്തും ഈ സ്പോർട്ടിംഗ് ഇവന്റ് വരുന്ന സമയത്ത് തുടക്കമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതായത് ഒരു സൈഡിൽ കൂടെ കഥ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിന് സൈഡിൽ കൂടെ ആ സ്ഥലത്ത് സംഭവിക്കുന്നതും ഈ കഥാപാത്രം അനുഭവിച്ചറിയുന്നതുമായിട്ട് അദ്ദേഹത്തിന്റെ സാഹചര്യം, ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്സും സംഭവം ഒക്കെ ഒരു പാരലലി ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് സിനിമ. അവസാനം ആകുമ്പോഴത്തേക്ക് സിനിമ കൊണ്ടങ്ങോട്ട് സ്പീഡപ്പ് ചെയ്യും. അതുവരെ ഒരു മൂഡ് ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ ഒരു കഥയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഇതെല്ലാം ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലായിരുന്നാലും വളരെ സ്ലോ പേസിൽ അതങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്കങ്ങനെ ഒരു നല്ല ചിത്രം കാണുന്ന പോലെ, അതായത് വളരെ ഒരു ഇമ്മേഴ്സീവ് ഫീൽ സിനിമ
തുടക്കം മുതൽ ഹാഫ് ടൈം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം എത്തുമ്പോഴത്തേക്ക് ഇതെങ്ങനെയെങ്കിലും കൊണ്ട് കൺക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ കൺക്ലൂഷൻ പാർട്ട് വരുമ്പോഴത്തേക്കാണ് കുറച്ചൊന്ന്, ഏത് സിനിമ ആയിരുന്നാലും കൺക്ലൂഷൻ പാർട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരി ഒന്ന് സ്പീഡപ്പ് ആക്കും. പക്ഷേ ഈ ഒരു സിനിമ അങ്ങോട്ട് സ്പീഡപ്പ് ആക്കിയപ്പോഴത്തേക്ക് ആ ഒരു അതുവരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മൂഡിന് ഭയങ്കര ഒരു ഷാറ്ററായ കണക്ക് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ ഓടി എത്തണമല്ലോ എന്നുള്ളൊരു ഒരവസ്ഥ നമുക്കൊരു വ്യൂവർ പെർസ്പെക്റ്റീവിലും അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഷോട്ട്സ് ഒക്കെ എടുത്തിരിക്കുന്നത് അവിടെയൊക്കെ അവർ വളരെ ബുദ്ധിപരമായിട്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കിയിട്ടുണ്ട്. അതൊരു ജിമ്മിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെയൊക്കെ ഈ പാകിസ്ഥാനി പ്ലേയേഴ്സിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അവരെയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എന്തായാലും പാകിസ്ഥാനിൽ നിന്ന് ആളുകളെ കൊണ്ടൊന്നും കളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളൊക്കെ ഇത് നോക്കി കാണുമ്പോഴത്തേക്ക് സിനിമയിൽ അത് ഫ്യൂച്ചറാണ്, അത് പർപ്പസ്ഫുള്ളി ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് എത്രത്തോളം വർക്കായില്ല. പാട്ടുകൾ എടുത്ത് പറയേണ്ടതാണ്. ഗംഭീരമായിട്ടാണ് മ്യൂസിക് സ്കോറും പാട്ടുകളും ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നിവാസ് കെ പ്രസന്ന. പിന്നെ ഓവറോൾ സിനിമ എനിക്ക് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോഴത്തേക്ക് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 ഒരു 8 റേറ്റ് ചെയ്യാണ്. റേറ്റിംഗ് പ്യുവർലി ഫോർ നമ്മുടെ ധ്രുവ് വിക്രം. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.